നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2011 ഫെബ്രുവരി 1 കേരളത്തിന് മറക്കാൻ സാധിക്കാത്ത ദിവസം. ഷൊർണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്ക് മാരക പരിക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ആ ഭീകര കാഴ്ച. പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ ഒന്നും നമുക്ക് മറക്കാനാകില്ല. കൊച്ചിയിൽ നിന്നും വീട്ടിലേക്ക് പോകുകയായിരുന്ന 23-കാരിയായ യുവതിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഗോവിന്ദചാമി എന്ന ക്രൂരൻ അതിക്രൂരമായി പീഡിപ്പിച്ചത്. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ചാടിയിറങ്ങിയ പ്രതി പാളത്തിൽ പരിക്കേറ്റ് കിടന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് രക്ഷപ്പെട്ടു. 1 മണിക്കൂറിലേറെ സമയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നീട് പരിസരവാസികളാണ് കണ്ടെത്തിയത്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുട്ടിയെ എത്തിച്ചു. പ്രതി ഗോവിന്ദചാമിയെ ഫെബ്രുവരി 4 പാലക്കാട്ട് നിന്ന് പിടികൂടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു യുവതി. ഫെബ്രുവരി 6 മരണത്തിന് കീഴടങ്ങി. ഈ സംഭവം ഒരിക്കലും നമ്മൾ മലയാളികൾക്ക് മറക്കാനാകില്ല. വീണ്ടും നമ്മൾ അന്ന് കേട്ടു മറന്ന ആ സംഭവങ്ങൾ വീണ്ടും ഓർക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ കേസിലെ ഏക പ്രതി ഗോവിന്ദചാമി ഇന്ന് രാവിലെ ജയിൽ ചാടുന്നു. അതിനുശേഷം പോലീസ് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി വീണ്ടും ജയിലാക്കുന്നു. ആ ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഈ കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ, അതായത് ഗോവിന്ദചാമി ഇത്തരത്തിൽ ജയിൽ ചാടിയ ആ ഒരു സംഭവമൊക്കെ വീണ്ടും വാർത്തയാകുമ്പോൾ മറക്കാനാകാത്ത ഒരു വ്യക്തി കൂടിയാണ് അന്തരിച്ച അഡ്വക്കേറ്റ് BA ആളൂർ. ഈ കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ ഇറങ്ങിയിരുന്നു. പക്ഷേ ചില കേസുകളിലൊക്കെ അദ്ദേഹം സ്വയം ആണെങ്കിൽ പോലും ഈ കേസിൽ സ്വയം മുന്നിട്ടിറങ്ങിയതായിരുന്നില്ല. ഈ കേസിൽ ആളൂർ എങ്ങനെ എത്തിപ്പെട്ടു? അതിപ്പോഴും അവശേഷിക്കുന്ന ചോദ്യമാണ്. ആ മറുപടി പറയാനുള്ളത് ആളൂരായിരുന്നു. പക്ഷെ ആളൂർ ഇന്ന് ജീവനോടെ ഇല്ല. ഒരിക്കലൊരു അഭിമുഖത്തിൽ ആളൂരും ഈ ചോദ്യം നേരിട്ടിരുന്നു. അത് പ്രൊഫഷണൽ സീക്രട്ട് ആണെന്നും വെളിപ്പെടുത്തുന്നില്ല എന്നുമായിരുന്നു ആളൂർ പറഞ്ഞത്. ഗോവിന്ദചാമിക്ക് വേണ്ടി ആളൂരിനെ ആരാണ് സമീപിച്ചത്? ആരാണ് ആളൂരിനെ ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് നിയമിച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കൊലപാതക കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴും ഗോവിന്ദചാമിക്ക് തൂക്കുകയർ ഉറപ്പെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഗോവിന്ദചാമി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടത്. കേസിനൊപ്പം ആളൂരും വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അന്നു മുതൽ കുപ്രസിദ്ധമായ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് ആളൂരിന്റെ ഹോബിയായി മാറി. പിന്നാലെ ആളൂരിന്റെ മരണം, അത് ഒരു മരണത്തിൽ നമ്മൾ സന്തോഷിക്കരുത് എന്ന് പറയും. പക്ഷെ ആളൂരിന്റെ മരണത്തിൽ ഒരുപാട് പേർ സന്തോഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങളടക്കം നമ്മൾ അത് കണ്ടതാണ്. ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി എന്നായിരുന്നു ആളൂരിന്റെ മരണത്തെക്കുറിച്ച് ഒഴിഞ്ഞുപോയി എന്നായിരുന്നു ആളൂരിന്റെ മരണത്തെക്കുറിച്ച് യുവതിയുടെ അമ്മ പ്രതികരിച്ചത്. ആളൂരിന്റെ മരണത്തിൽ സന്തോഷമുണ്ടെന്നും ഗോവിന്ദചാമിയുടെ മരണം കൂടി കേൾക്കണമെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചത് ഇപ്പോഴും കേരളത്തിന്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ഗോവിന്ദചാമി ഒറ്റക്കയ്യൻ, സേലം വിരുദാചലം സമത്വപുരം ഐവത്തിക്കൂടി സ്വദേശി. അക്രമവും പിടിച്ചുപറിയും മറ്റുള്ളവരെ ഉപദ്രവിക്കലും ഇതെല്ലാം മുതൽക്കൂട്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രൂരനായ പ്രതിയാണ് ഗോവിന്ദചാമി. സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുകൾ നിരവധി. പിടിച്ചുപറിക്കും മോഷണത്തിനുമായി തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിൽ ഇയാൾ ജയിൽ ശിക്ഷ നേരിട്ട വ്യക്തിയാണ്. ഏറെക്കാലം മുംബൈ കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ച ഒരു കുറ്റവാളി. കേരളത്തിൽ ട്രെയിനിലെ കച്ചവടക്കാരന്റെ വേഷത്തിലായിരുന്നു ഇയാൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. കേരളത്തിന്റെ ഒരു പേടി സ്വപ്നമായി ഗോവിന്ദചാമി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച വ്യക്തി. ഇന്ന് ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ഒരു വ്യക്തിയാണ്. ആൾക്ക് ആണോ പെണ്ണോ എന്നല്ല, ആരെങ്കിലും മതി തൻ്റെ ആശ അടക്കാൻ. അത്തരത്തിലൊരു വല്ലാത്തൊരു സ്വഭാവത്തിന് അടിമയാണ് ഗോവിന്ദചാമി എന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയിലടക്കം ഇത് കണ്ടെത്തി ഇയാൾക്ക് അമിത ലൈംഗികാസക്തി ഉണ്ട് എന്ന്. റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗോവിന്ദചാമി. അമിത മദ്യപാനി, ലഹരിക്ക് അടിമ, സ്ത്രീകളെ ഭോഗിക്കുക എന്നത് അയാളുടെ ഒരു ദൗർബല്യമാണ്. സംഭവ ദിവസം ഈ യുവതി യാത്ര ചെയ്ത ട്രെയിനിൽ ഗോവിന്ദചാമി കൊച്ചി മുതൽ തന്നെ ഉണ്ടായിരുന്നു. തൃശൂർ എത്തിയപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒഴിഞ്ഞു. ഇതേ തുടർന്ന് യുവതി തൊട്ടു മുന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറിക്കയറുകയായിരുന്നു. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ എത്തിയപ്പോൾ ഈ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന 8 പേരും അതാത് സ്റ്റേഷനുകളിൽ ഇറങ്ങി. ഇരുട്ട് പരന്നു. ട്രെയിൻ അനിയന്ത്രിതമായി വൈകി. ഇത് കാരണം ഈ പെൺകുട്ടി വളരെയധികം ആശങ്കയിലായിരുന്നു. സമയം പോകുന്നു, ഇരുട്ടാണ്, താൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയാനകതയുടെ മണിക്കൂറുകളിൽ കൂടി കടന്നു പോവുകയായിരുന്നു യുവതി.
ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച് തൻ്റെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പെൺകുട്ടി അവിചാരിതമായി ഇരയെ തേടി നടന്ന ഗോവിന്ദച്ചാമിയുടെ കണ്ണിൽപ്പെടുന്നത്. ട്രെയിൻ വിട്ടതോടെ ഇയാളും കമ്പാർട്ട്മെന്റിൽ കയറി ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി അതിനെ ചെറുത്തു. കമ്പാർട്ട്മെന്റിൽ അങ്ങും ഇങ്ങും ഓടിയ യുവതി ബാഗിലെ പിടിവിട്ടില്ല. ഇതേ തുടർന്ന് വാതിലിന്റെ സമീപത്തെത്തിയപ്പോൾ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി തള്ളിയിടുകയായിരുന്നു ഗോവിന്ദച്ചാമി പെൺകുട്ടിയെ. അല്പം കൂടി മുന്നോട്ട് പോയ ട്രെയിനിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിയിറങ്ങി. ട്രാക്കിൽ തലയിടിച്ച് രക്തം വാർന്ന നിലയിലായിരുന്നു യുവതി. ബോധം പൂർണ്ണമായി നശിച്ചിരുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന യുവതിയെ തോളിലേറ്റി പാളങ്ങളുടെ സമീപത്തെത്തിച്ചാണ് ഈ പ്രതി അതിക്രൂരമായി പീഡിപ്പിച്ചത്. അതായത് തലയിൽ ആദ്യ വീഴ്ചയിൽ തന്നെ പെൺകുട്ടിയുടെ തലയിൽ വലിയ രീതിയിലുള്ള ഒരു മുറിവ് സംഭവിച്ചിരുന്നു. ആ മുറിവ് ഉണ്ടായിട്ടും ആ പെൺകുട്ടി മരിക്കുമെന്ന് ഇയാൾക്കറിയാം. ഇത്രയും വലിയ മുറിവ് സംഭവിച്ചു, രക്തം ഒഴുകുന്നുണ്ട്. എന്നിട്ട് പോലും അത്രയും ഒരു ദയനീയ അവസ്ഥയിൽ ആ പെൺകുട്ടി കിടക്കുമ്പോൾ പോലും അയാൾ ആ പെൺകുട്ടിയെ വെറുതെ വിട്ടില്ല. അയാൾ തൻ്റെ ആസക്തി തീർക്കാൻ വേണ്ടി ആ ഒരു വേദനയിൽ പുളയുന്ന പെൺകുട്ടിയെ വീണ്ടും തൻ്റെ ആസക്തി തീർക്കാൻ അയാൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ പ്രതി പറഞ്ഞൊരു വാചകമുണ്ട്: പാൽപായസം കണ്ടാൽ ആരാണ് സാറേ വെറുതെ വിടുന്നതെന്ന്. തീർച്ചയായിട്ടും ഈ പ്രതിയെ ഒറ്റ വെടിക്ക് തീർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേരളത്തിലെ പല അമ്മമാരും. ഈ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ അയാളുടെ മരണ വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിക്രൂരമായ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് പലരും തങ്ങളുടെ മക്കളെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ക്രൂരത ചെയ്ത ഒരു വ്യക്തിക്ക് വധശിക്ഷ കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ അവിടെ തെറ്റിപ്പോയി, ജീവപര്യന്തമായി കുറച്ചു. ആ ജീവപര്യന്തത്തിൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഇപ്പോൾ പുറത്തേക്ക് ചാടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് വരുന്നത്. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത, പ്രത്യേകിച്ച് പോലീസൊക്കെ ആദ്യമൊക്കെ പിടികൂടിയത് വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അത്രയും ബലവാനായ, അത്രയും ക്രൂരനായ ഒരു പ്രതി ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായി എന്നത് വലിയ ആശ്വാസവുമായി മാറിയിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഈ ഒരു പീഡനമൊക്കെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ച് ഇയാൾ ദ്രോഹിക്കുകയുണ്ടായി. യുവതിയുടെ പക്കൽ നിന്ന് വെറും 70 രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് ഗോവിന്ദച്ചാമി അന്ന് കിട്ടിയത്. പ്രതീക്ഷിച്ച പണം കിട്ടിയില്ല. ഇതോടെ ദേഷ്യമായി. അതുകൊണ്ടാണ് ഇത്രയും ഹീനമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് ഗോവിന്ദച്ചാമി പിന്നീട് മൊഴി നൽകിയത്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പിറ്റേ ദിവസം അവളുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കാനിരുന്നതായിരുന്നു. യുവതി ഷൊർണൂർ പാസഞ്ചറിൽ പാമ്പാടി ഐവർ മഠത്തിലുള്ള വീട്ടിലേക്ക് വന്നത് പിറ്റേന്ന് പെണ്ണ് കാണലുള്ളത് കൊണ്ടായിരുന്നു. തുടർന്ന് ഈ പ്രതി ആരാണ്, പെൺകുട്ടി ഇത്തരത്തിൽ കണ്ടെത്തുന്നു, അവൾ ആശുപത്രിയിലാക്കുന്നു, അവൾ മരണത്തോട് മല്ലടിക്കുന്നു. ഇതിനിടയിൽ ആരാണ് ഈ പ്രതി? ഈ ക്രൂരത ചെയ്ത പ്രതിക്കായിട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുമ്പോൾ റെയിൽവേ സംരക്ഷണ സേനയുടെ ഒലവക്കോട്ടെ ലോക്കപ്പിൽ ഗോവിന്ദച്ചാമി സുഖമായി ഉറങ്ങുകയായിരുന്നു. എന്തായാലും പ്രതിയെ പിടികൂടിയിരുന്നു. ഈ ഒരു കേസ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. അതായത് ഈ പ്രതി ജയിൽ ചാടാൻ ശ്രമിച്ചിരിക്കുന്നു. ജയിൽ അധികൃതർക്ക് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല 2011 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചതു മുതൽ ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയാണ്. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം നടത്തും. പിന്നീട് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്ന ആവശ്യം. സെല്ലിനുള്ളിലെ CCTV ക്യാമറ തകരാറിലാക്കി. ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജ്യം അറിഞ്ഞു. ജയിലിലെ അക്രമത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിന് ശിക്ഷിച്ചിരുന്നു. എന്തായാലും ഈ ജയിൽ ചാടുന്നതിന് മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള ആസൂത്രണമൊക്കെ പ്രതി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരുപാട് ആസൂത്രണമൊക്കെ നടത്തി ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ആയിരുന്നു ജയിൽ ചാടുന്നതിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളൊക്കെ പ്രതി ലോക്കപ്പിലായിരുന്നത്. എന്തായാലും ഇനി ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ഒരു വീഴ്ച അധികൃതർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്.